എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 158, 159, 160 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. മല്ലന്മാരുമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ വർണ്ണനാ വിഷയം. നമുക്ക് ആദ്യം 158ാമത്തെ ശ്ലോകം നോക്കാം. കൃതാനി പ്രതികുർവാണവു രന്ധ്രാന്വേഷണ തത്പരവു ചേരതു കൃഷ്ണചാണൂരൗ മധ്യേ രംഗസ്യ മണ്ഡലം. ആദ്യം പദച്ഛേദം പറയാം, കാര്യമായിട്ടൊന്നുമില്ല. കൃതാനി പ്രതികുർവാണൗ രന്ധ്രാന്വേഷണ തത്പരൗ ചേരതു കൃഷ്ണചാണൂരൗ മധ്യേ രംഗസ്യ മണ്ഡലം. ഒറ്റ വാക്കുപോലുമില്ല, പദപരിചയം നടത്തിയെന്ന് മാത്രം. ഇവിടെ എന്താണ്, ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിക്കാനുള്ള ഒരു തക്കം നോക്കി നടക്കുകയാണ്. അതാണ് രന്ധ്രാന്വേഷണ തത്പരവും. രന്ധ്രാന്വേഷണം എന്ന് പറഞ്ഞാൽ ദൗർബല്യം എന്നാണ് അർത്ഥം. ഇവിടെ ഒരാൾ, അതായത് യുദ്ധം ചെയ്യുന്ന രണ്ടുപേരും തമ്മിൽ മറ്റാളുടെ ദൗർബല്യത്തെ, വീക്ക് പോയിൻറ്റിനെ കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. ആ ഒരു നോട്ടത്തിനെയാണ് രന്ധ്രാന്വേഷണം എന്ന് പറയുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് നടക്കുന്നതിനെയാണ് രന്ധ്രാന്വേഷണം. രന്ധ്രാന്വേഷികൾ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അർത്ഥം. സൂക്ഷ്മമായിട്ട് രഹസ്യമായിട്ട് കാര്യമറിയാൻ നടക്കുന്നവർ, ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെ അന്വേഷണം നടത്തുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ രന്ധ്രാന്വേഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാളുടെ സൂക്ഷ്മമായിട്ടുള്ള സ്വഭാവ നിരീക്ഷണമാണ്. അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് എവിടെയാണ് കഴിവുകേടുകളുള്ളത്, ദൗർബല്യങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഇങ്ങനെ നോക്കി നടക്കുകയാണ്. തക്കം പാർത്ത് നടക്കലിനെയാണ് വർണ്ണിക്കുന്നത്. അതാണ് രന്ധ്ര അന്വേഷണ തത്പരവും. രണ്ടുപേരും, അതാണ് ദ്വിവചനം. മാത്രമല്ല കൃതാനി പ്രതികുർവാണൗ. കൃതാനി എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങോട്ട് ചെയ്യുന്നതിന് പ്രതികുർവാണോ, തിരിച്ചങ്ങോട്ടും ചെയ്യുക. ഇങ്ങോട്ട് ഒരു തല്ലിയാൽ അങ്ങോട്ട് അതേപോലെ ഒരു അടി കൊടുക്കും. ഇങ്ങോട്ട് കൈൻ്റെ മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുത്താൽ തിരിച്ചങ്ങോട്ടും ഇടിക്കും. ഇത് ആരോട് എന്നുള്ളതൊന്നും വർണ്ണിച്ചിട്ടില്ല. ശ്രീകൃഷ്ണൻ ചാണൂരനെയാണോ, ചാണൂരൻ ശ്രീകൃഷ്ണനെയാണോ അടിക്കണത് എന്നുള്ളത് വിഷയമല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി ഇടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് രന്ധ്രാന്വേഷികളായിട്ട് പരസ്പരം അടികൂടിക്കൊണ്ട് തക്കം നോക്കിയിട്ട് മേല് കയറി ചാടി അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അതാണ് കൃതാനി പ്രതികുർവാണവും. പരസ്പരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവരായ കൃഷ്ണചാണൂരവും, കൃഷ്ണനും ചാണൂരനും രംഗസ്യ മധ്യേ, രംഗത്തിൻ്റെ മധ്യഭാഗത്തു കൂടെ, ഒരു വലിയ രംഗം അഥവാ അരങ്ങ് അല്ലെങ്കിൽ സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ നടുക്ക് കൂടെ ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരുന്നു. അതാണ് രംഗസ്യ മധ്യേ മണ്ഡലം ചേരതു. മണ്ഡലം എന്ന് പറഞ്ഞാൽ വൃത്താകാരത്തിൽ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ നടന്നു. എവിടെയാണ് കയറി അടിക്കേണ്ടത്, എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് ചുറ്റി നടന്നു. വലിയൊരു വട്ടത്തിലൊന്നുമല്ല, നടുക്കിൽ ഒരു വൃത്താകാരത്തിൽ രണ്ടുപേരും പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് പോലെ പരസ്പരം ശ്രദ്ധിച്ചുകൊണ്ടും ഇങ്ങടും അങ്ങടും അടിയും ഇടിയൊക്കെ കൊടുത്തുകൊണ്ടും വലിയൊരു ആക്രമണത്തിന് തക്കം പാർത്തുകൊണ്ട് വട്ടം ചുറ്റി നടന്നു എന്നാണ് കവി പറയണത്. നമുക്ക് 159ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പതനോത്പതനൈ സദ്യോ ഹഠാദ്ഗ്രഹണമോചനൈ കൃഷ്ണചാണൂരയോരാസീന്നിയുദ്ധം രോമഹർഷണം. ആദ്യം പദച്ഛേദം പറയാം. പതനോത്പതനൈ സദ്യ ഹഠാദ് ഗ്രഹണമോചനൈ കൃഷ്ണചാണൂരയോ ആസീദ് നിയുദ്ധം രോമഹർഷണം. ഇതൊക്കെ മേൽപ്പത്തൂരും ഇതുപോലെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും ഈ പറഞ്ഞ അവരുടെ തമ്മിലുള്ളതായ യുദ്ധകേളികളൊക്കെ വർണ്ണിക്കുന്നുണ്ട്. സദ്യ പതനോത്പതനൈ. സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, ഒട്ടും നേരം കളയാതെ പതന ഉത്പതനങ്ങൾ. പതനം എന്ന് പറഞ്ഞാൽ ചാടുക, ഉത്പതനം എന്ന് പറഞ്ഞാൽ തിരിച്ചു ചാടുക. അതായത് ഒരാളെ ആക്രമിക്കാൻ ചാടുമ്പോൾ അയാൾ തിരിച്ചിങ്ങോട്ട് ചാടുക. അതാണ് ഇവിടെ പറയണത്. മല്ലൻ്റെ മേലേക്ക് ശ്രീകൃഷ്ണൻ ചാടുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ മേലേക്ക് മല്ലനും ചാടുക. അപ്പോൾ ഈ മല്ലന്മാർ തമ്മിലുള്ളതായിട്ടുള്ള ചാട്ടങ്ങളാണ് പതന ഉത്പതനം. ഒരാൾ ഉയർന്നു ചാടുന്നു, അതിൻ്റെ മീതെ മറ്റാൾ ചാടുന്നു. ഒരാൾ അടിക്കാൻ നോക്കുമ്പോൾ ആളുടെ കയ്യ് തളർത്തിയിട്ടിട്ട് അയാളുടെ മുതുകത്ത് മറ്റാൾ ഇടിക്കുന്നു. ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ, അതാണ് പതനോത്പതനൈഹി
അത് സദ്യ പതനോത്പതനൈഹി. അടുത്തത് ഹഠാത് ഗ്രഹണമോചനൈഹി. പെട്ടെന്ന് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഗ്രഹണവും മോചനവും. ഗ്രഹണം പിടിക്കുക, മോചനം കുതറിമാറുക. അമർത്തി കെട്ടിവരിഞ്ഞങ്ങോട്ട് പിടിക്കും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ശ്രീകൃഷ്ണൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അമർന്ന കൈകളിൽ നിന്നും ചാണൂരനും രക്ഷപ്പെടും. അങ്ങനെ പരസ്പരം ഒരേപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുല്യ ബലമുള്ളതായിട്ടുള്ള രണ്ടാൾക്കാർ യുദ്ധം ചെയ്യണത് പോലെ. പക്ഷെ ആലോചിക്കേണ്ടത് ഇതാണ്, ഒരാൾ കുറച്ചധികം പ്രായമുള്ള ആളും മറ്റത് ബാലകനുമാണ്. എന്നിട്ടും ഒരേപോലെ യാതൊരു കുറവുമില്ലാതെ ശ്രീകൃഷ്ണൻ ആ ചാണൂരനോട് നിയുദ്ധം, ബാഹുയുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ഹഠാത് ഗ്രഹണമോചനൈഹി കൃഷ്ണ ചാണൂരയോഹോ നിയുദ്ധം. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഭാഗങ്ങൾ, ഘട്ടങ്ങളുള്ളതായ കൃഷ്ണൻ്റെയും ചാണൂരൻ്റെയും ബാഹുയുദ്ധമുണ്ടല്ലോ, അത് രോമഹർഷണം ആസീത്. പ്രജാനാം രോമഹർഷണം. ആർക്കായിരുന്നു രോമഹർഷണം ഉണ്ടാക്കിയത്? ഈ യുദ്ധം കാണുമ്പോൾ ഇങ്ങനെ ഉത്സാഹം വർദ്ധിച്ചതായിട്ട്, ശരീരത്തിലാകെ രോമാഞ്ചം വന്ന് നിറയുന്നത് ആയിരുന്നു. കാണുന്നവർക്കൊക്കെ ഇങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കുക, ഉത്സാഹം കൊണ്ട് കയ്യടിക്കുക, ബഹളം വയ്ക്കുക, ഇതൊക്കെ ചെയ്യാൻ തോന്നിക്കുന്ന വിധത്തിൽ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള യുദ്ധമാണ് കൃഷ്ണനും ചാണൂരനും കൂടി ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇതൊരു ബാലകനാണെന്നും മറ്റത് പ്രായമേറിയൊരു വ്യക്തിയാണ് എന്നുള്ള ഭേദമൊന്നും ആൾക്കാർക്കും തോന്നാതെയായി. രണ്ട് തുല്യ ശക്തികൾ നിന്ന് യുദ്ധം ചെയ്യാമെന്ന് മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. അവരതിങ്ങനെ കണ്ട് അതിൽ മയങ്ങി വീരമായ അല്ലെങ്കിൽ ഒരു ഉത്സാഹഭരിതമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ കൂടെ ജനങ്ങളൊക്കെ കടന്നുപോയി എന്നാണ് കവി പറയണത്. മേൽപ്പത്തൂർ ഈ യുദ്ധത്തിനെ പറ്റിയിട്ട് ഇങ്ങനെയും കൂടിയും പറയേണ്ടത്, കുറച്ച് നർമ്മം ചാലിച്ച് പറയാണ്. ഉത്പാദാപാദനാകർഷണ വിവിധരണാന്യാസതാം തത്ര ചിത്രം മൃത്യോ പ്രാഗേവ മല്ലപ്രഭുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ എന്ന്. എത്ര ഭംഗിയായിട്ടാണ് മേൽപ്പത്തൂർ അത് പറയണത്. എന്താ പറയണതെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നു. ഉത്പാദമാപാദമാകർഷണം തുടങ്ങിയിട്ട് അങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് ഉന്തുക, ഉയർന്ന് ചാടുക, താഴെ കൂടെ അടിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നു. എന്നിട്ട് അത്ഭുതം തന്നെ, തത്ര ചിത്രം, ഇതാണ് എടുത്ത് പറയാനുള്ളത്. എന്താണത്? മൃത്യോഫ് പ്രാഗേവ, മരിക്കണതിന് മുമ്പ് തന്നെ മല്ലപ്രഭുരഗമദയം, ആ മല്ലപ്രഭു ഉണ്ടല്ലോ ചാണൂരൻ, അയാൾ പലതവണ പലതവണ ബന്ധമോക്ഷങ്ങളെ അനുഭവിച്ചു. ബന്ധങ്ങളും മോക്ഷങ്ങളും അയാൾക്കുണ്ടായി. അതായത് സത്യത്തിൽ ബന്ധങ്ങളും മോക്ഷങ്ങളും ഉണ്ടാവുന്നത്, ബന്ധങ്ങളുണ്ടാവുമ്പോൾ ജനിക്കും. ബന്ധങ്ങളോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. അച്ഛനമ്മമാരുണ്ടാവുന്നു, മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടാവുന്നു, അമ്മാവന്മാർ, ചെറിയച്ഛന്മാർ, അങ്ങനെ ബന്ധുക്കളുടെ ഒരു നിര തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ ബന്ധു ബലമുണ്ടാവും, ബന്ധനങ്ങളുണ്ടാവും. അങ്ങനെയാണ് ബന്ധങ്ങളോട് കൂടി ജനിക്കും. അത് കഴിഞ്ഞിട്ട് മോക്ഷത്തോട് കൂടിയിട്ട് എല്ലാതും ഇല്ലാതെയാവും. എല്ലാ ബന്ധങ്ങളും ഇല്ലാതെയായിട്ട് മോക്ഷവും ഉണ്ടാവും. പക്ഷേ എല്ലാ ജന്മം എടുത്തവർക്കും മോക്ഷമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഈ മല്ലപ്രഭുവിന് എന്താ ഉണ്ടായത്? മരിക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധവും മോക്ഷവും ഉണ്ടായി. മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് മോക്ഷം ഉണ്ടാവണത്? മരിച്ചതിന് ശേഷമല്ലേ മോക്ഷം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ കയ്യിൽ നിന്ന് ബന്ധനങ്ങൾ, ഭഗവാന്റെ കൈയൊരു വലിയ കയറ് പോലെ അയാളെ വരിഞ്ഞു കെട്ടി, അതുകൊണ്ട് ബന്ധനം ഉണ്ടായി. മോക്ഷം എന്ന് പറഞ്ഞാൽ ആ ബന്ധനത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു എന്നർത്ഥം. ശ്രീകൃഷ്ണനായതുകൊണ്ട് ബന്ധവും മോക്ഷവും എന്നുള്ളതിന് ഈ പറഞ്ഞതായിട്ടുള്ള മോക്ഷം ശ്രീകൃഷ്ണനിൽ നിന്ന് ആദ്യമേ തന്നെ കിട്ടി എന്ന് അങ്ങനെയും വ്യാഖ്യാനിക്കാം. അങ്ങനെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ അവിടെ നടന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. അത് കണ്ടിട്ട് കാണാനിരിക്കുന്നവരെ, പ്രത്യേകിച്ച് മുകളിലിരിക്കുന്ന കംസൻ്റെ ശരീരത്തിൽ പോലും രോമാഞ്ചമുണ്ടായി. കാണാനുള്ള ആൾക്കാരുടെ ഉത്സാഹവും അതോടുകൂടി വർദ്ധിച്ചു എന്നർത്ഥം. നമുക്ക് 160-ാമത്തെയും കൂടി ചൊല്ലാം. വക്ഷഃ കൃഷ്ണസ്യ ചാണൂരോ മുഷ്ടിഭിഃ പ്രാഹരദൃഢം വിവ്യഥേ വീക്ഷ്യമാണാനാം ഹൃദയം തു സഭാസദാം. നമുക്ക് പദച്ഛേദം പറയാം. വക്ഷഃ കൃഷ്ണസ്യ ചാണൂര മുഷ്ടിഭിഃ പ്രാഹരത് ദൃഢം വിവ്യഥേ വീക്ഷ്യമാണാനാം ഹൃദയം തു സഭാസദാം. ഇവിടെ എന്താണ് ഉണ്ടായത്? ഇവരുടെ യുദ്ധത്തെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ചാണൂരൻ്റെ ഒരു ആക്രമണത്തിനെ പറ്റിയിട്ട് സുകുമാരകവി പറയാണ്. ചാണൂര മുഷ്ടിഭി കൃഷ്ണസ്യ വക്ഷ ദൃഢം പ്രാഹരത്. വളരെ ലളിതമായിട്ടുള്ള സംസ്കൃത വാക്കുകൾ. ചാണൂരൻ തൻ്റെ മുഷ്ടികളെ കൊണ്ട്, മുഷ്ടി എന്നുള്ളത് കൊണ്ട് ഇടി എന്നാണ് അർത്ഥം, കൈ ചുരുട്ടിയിട്ടുള്ള ഇടികൾ,
പലതവണ ഇടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് കൃഷ്ണസ്യ വക്ഷ, ശ്രീകൃഷ്ണൻ്റെ നെഞ്ചിൽ, അതായത് വക്ഷസ്ഥലത്തിൽ ദൃഢം പ്രാഹരത, അമർത്തി അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങി. അതായത് സാധാരണഗതിയിൽ കഥകൾ വർണ്ണിക്കുമ്പോൾ അല്ലെങ്കിൽ കാവ്യം വർണ്ണിക്കുമ്പോഴൊക്കെ നായകൻ്റെ കഴിവുകളെ പറ്റി വർണ്ണിക്കും, പ്രതിനായകനെ പറ്റി വർണ്ണിക്കും, അങ്ങനെ നായകൻ പ്രതിനായകനെ തോൽപ്പിക്കുന്നതായിട്ട് വർണ്ണിക്കും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയുണ്ട്. പ്രതിനായകനെ വർണ്ണിച്ചുകൊണ്ട് അയാളുടെ കേമത്തങ്ങൾ മുഴുവനും വർണ്ണിച്ചിട്ട് അങ്ങനെയുള്ള പ്രതിനായകനെ വധിച്ച നായകൻ എന്നുള്ള രീതിയിൽ നായകൻ്റെ ഉത്കർഷം വർണ്ണിക്കുന്ന അവസ്ഥകളുണ്ട്. ഇവിടെ അങ്ങനെയാണ് നടക്കുന്നത്. ചാണൂരൻ എന്ന് പറഞ്ഞ പ്രതിമല്ലനെ അല്ലെങ്കിൽ പ്രതിനായകനെ വർണ്ണിക്കുകയാണ് ആദ്യം കവി ചെയ്യണത്. ചാണൂരൻ തൻ്റെ മുഷ്ടി കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ മാറിടത്തിന് നേരെ നോക്കിയിട്ട് അമർത്തി ഒരു ഇടി കൊണ്ട് ഇടിച്ചു. അതാണ് വക്ഷ ദൃഢം പ്രാഹരത്, വക്ഷസിൽ മാറിടത്തിൽ അമർത്തി ഒരൊറ്റ ഇടി കൊണ്ട് കൊടുത്തു. അത് കണ്ടപ്പോൾ എന്താ ഉണ്ടായത്? തു വീക്ഷ്യമാണാനാം സഭാസദാം ഹൃദയം വിവ്യഥേ. അത് കണ്ടുകൊണ്ടിരുന്ന സഭാസദന്മാർ, സഭയിലിരിക്കുന്നവർ, അതാണ് സഭാസദന്മാർ, അതാണ് വീക്ഷ്യമാണാനാം സഭാസദാം. ഈ രണ്ടു പേരുടെയും ബാഹുയുദ്ധം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ്റെ പക്ഷക്കാർ, അവരുടെയൊക്കെ ഹൃദയം വിവ്യഥേ. മാത്രമല്ല ബാലകനാണെന്ന് വിചാരിക്കുന്നവർക്കും ഉണ്ടാവാം. ഒരു പക്ഷവും ചേരാതെ നിൽക്കുന്നവർക്കും ഇത് കാണുമ്പോൾ അയ്യോ ആ കുട്ടിയുടെ മാറത്ത് നോക്കിയിട്ടാണല്ലോ ഈ മല്ലൻ ഒരു ഇടി ഇടിച്ചത് എന്ന് തോന്നാം. മാത്രമല്ല മല്ലൻ്റെ ശരീരപുഷ്ടിയൊന്നും ശ്രീകൃഷ്ണൻ ഉണ്ടാവില്ല. അയാളൊരു വലിയ ആളാണ്. ശരീരമൊക്കെ എന്നും കായികാഭ്യാസം നടത്തിയിട്ട് പെരുപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതും കവി വർണ്ണിച്ചു. ഇതൊരു ചെറിയ ബാലകനാണ്. ആ ചെറിയ കുട്ടിയുടെ നെഞ്ചത്ത് നോക്കിയിട്ട് ഒരു ഇടി ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് എത്ര കണ്ട് വേദനിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ട് കാണാനിരിക്കുന്നവരുടെ ഹൃദയം വേദനിച്ചു എന്നാണ് കവി പറയണത്. അപ്പോൾ ഇവിടെ വർണ്ണനയുടെ ഒരു ഭംഗി കൊണ്ട ഒരു അലങ്കാരം വരുന്നുണ്ട്. ചാണൂരൻ തൻ്റെ ശക്തമായിട്ടുള്ള പ്രഹരം അല്ലെങ്കിൽ ഇടി കൊടുത്തത് ശ്രീകൃഷ്ണൻ്റെ മാറത്തായിരുന്നു. പക്ഷേ വേദനിച്ചത് ശ്രീകൃഷ്ണനല്ല, കാണാനിരിക്കുന്ന സഭാസദന്മാർക്കാണ് എന്ന് പറയുമ്പോൾ അവിടെ ഭിന്ന അധികരണം. ഇടി കൊടുത്തത് ഒരു ദിക്കിൽ, വേദനിച്ചത് വേറൊരു ദിക്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട് വ്യാഘാതം എന്ന പേരുള്ള ഒരു അലങ്കാരം വർണ്ണിക്കുന്നു. അങ്ങനെ ഒരു അലങ്കാരത്തിൻ്റെ പ്രയോഗം കൂടി നടത്തുന്നുണ്ട്. അതായത് കാരണം ഒരു ദിക്കിൽ, കാര്യമുണ്ടാവുന്നത് വേറെ ഒരു ദിക്കിൽ. ശരിക്കും ഇടി കിട്ടിയാൽ ആ ഹൃദയമാണല്ലോ വേദനിക്കേണ്ടത്. ശ്രീകൃഷ്ണൻ്റെ ഹൃദയത്തിനോ മാറിടത്തിനൊക്കെയാണ് വേദന വരേണ്ടത്. പക്ഷേ അതിന് പകരം കാണാനിരിക്കുന്നവരുടെ, സഭയിൽ വന്നിരിക്കുന്നവരുടെ ഹൃദയമാണ് വേദനിച്ചത് എന്ന് കവി വർണ്ണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെ ഹൃദയവും വേദനിച്ചത്? അവിടെയൊക്കെ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. ആ ഹൃദയത്തിൽ ശ്രീകൃഷ്ണൻ വസിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഹൃദയത്തിന് വേദന വന്നത്. ശ്രീകൃഷ്ണൻ എന്തെങ്കിലും പറ്റുമോ, ബാലകൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയൊക്കെ അവരുടെ മനസ്സിലുണ്ടായി എന്നർത്ഥം. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൃതാനി പ്രതികുർവാണവു രന്ധ്രാന്വേഷണ തത്പരൗ ചേരതു കൃഷ്ണചാണൂരൗ മധ്യേ രംഗസ്യ മണ്ഡലം പതനോത്പതനൈ സദ്യോ ഹഠാദ്ഗ്രഹണമോചനൈ കൃഷ്ണചാണൂരയോരാസീന്നിയുദ്ധം രോമഹർഷണം വക്ഷഃ കൃഷ്ണസ്യ ചാണൂരോ മുഷ്ടിഭിഃ പ്രാഹരദൃഢം വിവ്യഥേ വീക്ഷ്യമാണാനാം ഹൃദയം തു സഭാസദാം. യുദ്ധത്തെ വർണ്ണിക്കുന്ന 3 സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.